ഹലോ ഗായ്സ്, ഡേ 70 ആണ്. അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. എബിൻ സാറ് എൻ്റെ കാലെടുത്ത്. നിങ്ങൾ ആദ്യമേ ചെയ്തത് ഓട്ടമാണ്. ഓട്ടം എന്ന് പറയുമ്പോൾ ഒരു 15 മിനിറ്റ് ഒരു നോർമൽ സ്പീഡിൽ ഞങ്ങൾ കുറച്ച് നേരം ഓടാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീടിൻ്റെ താഴെയുള്ള റോഡിലാണ് മെയിനായിട്ട് ഓടാൻ തീരുമാനിച്ചത്. ഞാൻ ഷൂ ഇല്ലാതാണ് ഓടിയത്. കാരണം എന്ന് വെച്ചാൽ കുറേ നാളായി ഷൂ ഇല്ലാതൊക്കെ ഒന്ന് ഓടിയിട്ട്. അങ്ങനെ വെച്ചാൽ കുറച്ച് നേരം ഷൂ ഇല്ലാതെ ഓടാമെന്ന്. അതായിട്ട് നേരെ അടുത്തൊരു ചെറിയ തിട്ടയുണ്ടായിരുന്നു. അതിന് മുകളിൽ ഫൂട്ട് വർക്കിനുള്ള കുറച്ച് വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അതിനിടയിൽ കൂടെ ഒരു പട്ടി ഓടി പോകുന്നുണ്ടായിരുന്നു. എബിൻ സാറിന് പേടിയായിരുന്നു പട്ടി കടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു നമ്മുടെ ആളാണ്, ഒന്നും ചെയ്യത്തില്ലാന്ന്. അത് കഴിഞ്ഞ് നേരെ അക്കാഡമിയിലോട്ട് കയറി. അക്കാഡമിയിൽ ഷെയ്ഡ്സ് വെച്ചിട്ട് ഫൂട്ട് വർക്കിൻ്റെ സെക്ഷനായിരുന്നു ചെയ്തത്. മെയിനായിട്ട് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ്, സിംഗിൾ ലെഗ് ജമ്പ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് ജമ്പ്, ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്തത്. എല്ലാ വർക്കൗട്ടും 3 സെറ്റ് വെച്ച് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. 3 സെറ്റ് വെച്ച് ചെയ്ത് ഓട്ടോ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എബിൻ സാർ നല്ല ആക്റ്റീവായിരുന്നു. എന്നെ പുള്ളി നന്നായിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു വീണ്ടും വീണ്ടും വർക്കൗട്ട് ചെയ്യാമെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകാൻ ഉദ്ദേശിച്ചത് ഒരു ബോക്സിംഗ് സെക്ഷനിലേക്കായിരുന്നു. എബിൻ സാർ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഒന്ന് ഇടിച്ചൊക്കെ നോക്കണമെന്ന്. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ച് ഞാനാകെ ഇരയെന്ന്. അങ്ങനെ ബോക്സിംഗ് ഗ്ലൗവൊക്കെ എടുത്ത് കൈയിട്ട് കൊടുത്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പട്ടിണി കിടന്ന് സിംഹത്തിൻ്റെ മുമ്പിൽ ഇറച്ചി കഷ്ണം കിട്ടിയ അവസ്ഥയായിരുന്നു. വാരിപ്പറക്കിട്ട് ഇടിയായിരുന്നു. ഞാൻ വിചാരിച്ച ഒരു 5 മിനിറ്റ് ഇടിക്കുമ്പോൾ തളരി വന്നു. പക്ഷേ പുള്ളി തളർന്നില്ല. പുള്ളി അഞ്ചം പുഞ്ചം എന്നെ ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ ഇടിക്കിയ ശേഷം അവസാനം പുള്ളി ആയുധം വെച്ച് കീഴടങ്ങി. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് പുഷപ്പിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. കുറച്ച് നേരം പുഷപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലെഗ് ഹോൾഡ് ചെയ്തിട്ട് അപ്പർ ബോഡി സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവുന്ന വർക്കൗട്ട് ഞങ്ങൾ രണ്ടുപേരും മാറി നെടും ചെയ്തു. പിന്നീട് വിചാരിച്ചു ബോക്സിങ് അടിച്ച് നല്ല ചാർജായി നിൽക്കുന്നതുകൊണ്ട് പുള്ളി പറഞ്ഞു അടുത്ത സെക്ഷൻ എന്തായാലും എന്നെ കാലെ പിടിച്ച് തരുന്ന സെക്ഷനിലോട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ റെസ്ലിങ്ങിൻ്റെ സെക്ഷനിലോട്ട് പോയി. അവസാനം പുള്ളി എൻ്റെ കാലെടുത്തപ്പോഴത്തേക്ക് ഞങ്ങൾ സെക്ഷൻ ക്ലോസ് ചെയ്തു. അങ്ങനെ എന്താ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.